നാളും നമ്മൾ എക്സാം പാസ്സായി പോയ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ കേട്ടത്. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് ആൻ്റണി സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ടാലോ. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് അത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആകും. സോ ബാ. സാർ ഇങ്ങനെ നടന്നു പോകും കേട്ടോ. നടന്നു പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണിലോട്ടേക്ക് ഇങ്ങനെ നോക്കും. എല്ലാവരെയും സാർ ശ്രദ്ധിക്കും. നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. പിന്നെ മനസ്സിലാക്കില്ല എന്ന് പറയുമ്പോൾ സാർ മുഖം കാണുമ്പോൾ തന്നെ സാറിന് മനസ്സിലാവും. അത് സാർ വീണ്ടും വീണ്ടും സാർ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും നല്ല എഫക്റ്റീവാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം വിചാരിച്ച ഒരു സംഭവമേ അല്ല ഇവിടെ നടക്കുന്നത്. ഫുൾ കോൺസെൻട്രേഷൻ പഠിത്തത്തിൽ. അതേപോലെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സാറിനെ ഇങ്ങനെ ഒരു ടീച്ചറിനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ 4 years BSc പഠിക്കുന്നു, അതിന് മുന്നേ സ്കൂൾ ലൈഫ്, ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഇത്രയും 13 hours ഒക്കെ സ്റ്റുഡൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, ഫാമിലീനെ ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുക. അപ്പം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി പഠിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ റിഗ്രറ്റ് ആവും. സാറിനോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായി പോകുമെന്നുള്ളത്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് നല്ലോണം നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റി. ഇത് വന്നില്ല എന്നെങ്കിൽ ശരിക്കും മിസ്സായി പോയനായിരുന്നു. ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്, എക്സാം എഴുതിയാലും കിട്ടും. I am come from Darjeeling and this class is very good and I'm not Malayalam also but I understand everything and I am planning for next exam also. Okay, are you confident to write the exam? Yeah, I am confident. How is the classes? It's effective? It's very good and I understand. In explain I can understand. സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയുക, 4 കൊല്ലം നമ്മൾ പഠിച്ച സാധനം ഉണ്ടല്ലോ, അതായത് 4 കൊല്ലം മൊത്തത്തിലിരുന്ന് പഠിച്ച സാധനം വെറും 10 ദിവസം കൊണ്ട് സൂപ്പറായിട്ട് ഈ ഭയങ്കര കൺസൈസ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോലെ വളരെ ഇൻട്രാക്റ്റീവായിട്ട് ഭയങ്കര എന്താ പറയുക, നമുക്ക് ബോറടിക്കാത്ത രീതിക്ക് ഭയങ്കര കോമഡിയൊക്കെ ആയിട്ട് എന്താണെന്നാലും നമ്മൾ ഇത് സാറ് അന്ന് പറഞ്ഞ കോമഡി സാധനം അങ്ങനെ ഓർത്ത് നമുക്ക് എഴുതാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ട് സാറ് പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയായിരുന്നു സാറ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. എല്ലാവർക്കും വേണ്ടി കുറേ ടൈം എടുത്ത് എല്ലാവരും മനസ്സിലാക്കിയോ എന്നുള്ളത് ഉറപ്പ് വരുത്തി ആ രീതിയിലൊക്കെയായിരുന്നു സാറ് ക്ലാസ് எடுத்துകൊண்டிருந்தது. கசின் ஒருத்தங்க ரெஃபர் பண்ணாங்க. அப்படி தான் இங்கே வந்தேன். சாரோட கிளாஸ் வந்து ரொம்ப எஃபெக்டிவாக இருந்தது. ரொம்ப புரிகிற மாதிரி கரெக்டாக எக்ஸ்பிளைன் பண்ணி எல்லாமே சொல்லித்தராங்க. அவங்க டெடிகேஷன் வந்துட்டு ரொம்ப அவங்க எஃபோர்ட் போட்டு வந்து படிக்க வைக்கிறாங்க. ஸோ எக்ஸாம் எழுதுறதுக்கு ரொம்ப കോൺഫിഡൻ്റാக இருக்குது. എനിക്ക് ഡേ ആഫ്റ്റർ ടുമാറോ എക്സാം இருக்குது. ഒരു ആൻസർ കറക്റ്റായിരിക്കും, പക്ഷെ നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതിയിലല്ലായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്. ഹി വിൽ ഡിസ്ക്രൈബ് ഓൾ ദ റാഷണൽസ്. ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ എല്ലാ ആൻസേഴ്സിനും റിലേറ്റ് ചെയ്ത് എല്ലാ ടോപ്പിക്സും ആൾ കവർ ചെയ്യും. ഹി സോ ഡെഡിക്കേറ്റഡ് മാൻ. ഞാൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ആൻ്റണി സാറിൻ്റെ ക്ലാസ്. ഫുൾ നമ്മളൊരു ത്രൂ ഔട്ട് ദ ഡേയിൽ എനിക്കിതുവരെ കിട്ടാത്തത് 4 ഇയറിൽ എനിക്ക് കിട്ടാത്ത എക്സ്പീരിയൻസും തിയററ്റിക്കൽ നോളജുമാണ് സാറിൻ്റെ ഒരു 12 ദിവസത്തെ ക്ലാസ് എനിക്ക് തന്നത്. സോ ഇപ്പം ഞാൻ പഠിച്ചിറങ്ങുമ്പം സാർ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എക്സാമിന് പോകുമ്പം സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്നുള്ളൊരു കോൺഫിഡൻസ് അതിവിടുന്ന് ഇറങ്ങുന്ന ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സാറ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ്. അതുപോലെ ഒരുപാട് നോളജുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം എക്സാം എഴുതാൻ പോകുമ്പോഴും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആൻ്റണീസ് അക്കാഡമിയിലാണ് പഠിച്ചതെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആ കോൺഫിഡൻസിലാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ സാറിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. 2022 ഞാൻ ഉടൻ തന്നെയാണ് സൗദി പ്രൊമോട്ടറി പാസ്സായത്. ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ വീണ്ടും സാറിൻ്റെ അടുത്ത് പഠിക്കാൻ വന്നത്, ഇപ്പോൾ കുവൈറ്റ് പോകാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പാസ്സാകാൻ പറ്റുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട്. സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയത് ഞാൻ ഭയങ്കര പ്രൗഡുമാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇറങ്ങി പോകുന്നത്. കാരണം എനിക്ക് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. So I'm so happy to thank you Anthony's Academy for this wonderful opportunity. ನಾವು ಎಲ್ಲ ಕಡೆ ಸರ್ಚ್ ಮಾಡಿದ್ವಿ ಎಲ್ಲಿ ನಮ್ಗೆ ಬೆಸ್ಟ್ ಇನ್ಸ್ಟಿಟ್ಯೂಷನ್ ಇದೆ ಅಂತ. ಎಲ್ಲರೂ ಸಜೆಸ್ಟ್ ಮಾಡಿದ್ದು ಆಂಟೋನಿ ಅಕಾಡೆಮಿ ಅಂತ. ಸೊ ನಾವು ಇಲ್ಲಿ ಡೈರೆಕ್ಟ್ ಬಂದ್ವಿ. 10 days ಕ್ರಾಶ್ ಕೋರ್ಸ್ ತೊಗೊಂಡ್ವಿ. ಇಲ್ಲಿ ತುಂಬ ನೀಟಾಗಿ ಕ್ಲಾಸ್ ಮಾಡ್ತಾರೆ. ಅಂದರೆ ಸ್ಟೂಡೆಂಟ್ಸ್ಗೆ ಎಷ್ಟು ಪ್ರಾಮುಖ್ಯತೆ ಕೊಡಬೇಕೋ ಅಷ್ಟು ಎಲ್ಲ ಪ್ರಾಮುಖ್ಯತೆಯನ್ನು ಕೊಡ್ತಾರೆ. ಸೊ ಹಂಗಾಗಿ ಇಲ್ಲೆಲ್ಲ ಸ್ಟಾಫ್ಸ್ ಕೂಡ ಅಷ್ಟೇ ತುಂಬ ಕೋಆಪ್ರೇಟ್ ಇದ್ದಾವೆ. ತುಂಬ ಸ್ಟ್ರಿಕ್ಟ್ ಇದೆ ರೂಲ್ಸು. ನಾವು ಬಂದಿರೋ ಸ್ಟಡಿಗೆ ತುಂಬ ಪ್ರಾಮುಖ್ಯತೆ ಕೊಡ್ತಾರೆ. ಸರ್ ತುಂಬ ನೀಟಾಗಿ ಕ್ಲಾಸ್ ಮಾಡ್ತಾರೆ. ದೆನ್ ನಾವು 10 days ಕ್ರಾಶ್ ಕೋರ್ಸ್ ತೊಗೊಂಡ್ವಿ. 10 days ಹಾರ್ಡ್ ವರ್ಕ್ ಮಾಡಿದ್ವಿ. 10 days ನಮಗೆ ರಿಸಲ್ಟ್ ಕೂಡ ಒಳ್ಳೆ ರಿಸಲ್ಟ್ ಬಂತು.
കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫ്മാരും ചോദിക്കുന്നവരെല്ലാം ഒരു കോളേജോ ഒരു കോഴ്സ് ചോദിക്കുവാണെങ്കിൽ ആൻ്റണീസ് അക്കാഡമീസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എക്സാമിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ചാൽ മാത്രം മതിയാവും. നമ്മൾ 4 വർഷം BSc പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ 10 ഡേയ്സിലെ ക്രാഷ് കോഴ്സ് കൊണ്ട് തന്നെ സാറ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം റിമൈൻഡ് ചെയ്യാനും ഒരു ഡൗട്ടില്ലാതെ എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റും. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, വേറൊരു ഡൗട്ടും ഇല്ല, നിങ്ങൾ ഇവിടെ വരണം, ഇവിടെ തന്നെ പഠിക്കണം, ഒരു സംശയം വേണ്ട, 100% എല്ലാവരും പാസ്സാവും. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ അത് നമ്മൾ സിസ്റ്റം വൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് സാർ. നമുക്ക് സാറിൻ്റെ ഡെഡിക്കേഷനായിട്ട് നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സാറിൻ്റെ ഏറ്റവും വലിയ മോട്ടീവായിട്ട് സാർ എടുത്തിരിക്കുന്നത്. തിയറി ക്ലാസ് ഇങ്ങനെ കേട്ടിട്ട് പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തപ്പോൾ ഒരുപാട് സാറിൻ്റെ ക്ലാസ് ആയാലും എല്ലാ കൊണ്ടും ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി 20-ാം തീയതിയാണ് എക്സാം വരുന്നത്. നന്നായിട്ട് എഴുതാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇരിക്കുന്നു. എക്സാം ഫേസ് ചെയ്യുന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് നമുക്ക് ഓരോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് കാരണം എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. எக்ஸாம் ஃபேஸ் ചെയ്യാനുള്ള பேடி எனக்கு மாறி. நான் ஏன் வந்தேன் அப்படின்னா, நான் காலேஜ் படிக்கும்போது பெருசாக நான் எதுவும் படிக்கல. எனக்கு அப்ராட் போகிறதுக்கு இன்ட்ரெஸ்ட்டும் கிடையாது. ஸோ அதுக்கப்புறமா சொன்னாங்க, நீ மறுபடியும் காலேஜ் படிக்கணும்னா நீ மறுபடியும் ஆண்டனி அகாடமி போ, அங்கே போனால் நீ மறுபடியும் எல்லாமே படிக்கலாம்னு சொன்னாங்க. ஸோ அந்த ஒரு கான்செப்டில் தான் நாங்கள் இங்கே வந்தோம். இப்போது சார் எடுக்கும்போது தான் தெரியுது, காலேஜில் இவ்வளோ விஷயம் சொல்லி கொடுத்தாங்களா அப்படின்ட்டு. பட் அதுக்கும் மேலே பயங்கரமாக சொல்லிட்டு இருக்காரு. நான் இது வரைக்கும் லைஃப்லேயே நான் பார்த்ததில்ல இந்த அளவுக்கு ஒரு கிளாஸ் எடுக்கிற ஒரு மனுஷன் 14 மணி நேரம் எடுக்கிறாருன்னா எனக்கு சத்தியமாக என்னால் இமேஜின் கூட பண்ண முடியல. சும்மா உட்காந்து பார்க்குற எங்களாலேயே முடியல. அவர் எப்படி எடுக்கிறாருன்னு தெரியல. அதேமாதிரி அவர் டைமிங்ஸு, அவர் கீப்பப் பண்ண டைமிங்ஸ்லாம் வேறு லெவலாக இருக்குது. ஸோ லைஃப்பில் நிறைய விஷயம் அவங்ககிட்டருந்து கற்றுக்கிட்டு இங்கேருந்து போகிறோம். நாட் ஈவன் ஸ்டடீஸ், டைமிங்ஸு, அவரோட என்ன ஃபிட்னஸ்ஸு, பாடி ஃபிட்னஸ் எல்லாமே எங்களுக்கு ரொம்ப அப்ரோச்சபுளாக இருக்குது. ஸோ இதுக்கப்புறம் நான் கண்டிப்பாக நான் எக்ஸாம் പാസ് பண்ணணும்னு നമ്പുറேன். ഇപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയി. ഇപ്പം എന്ന് വെച്ചാൽ 13 സാറ് ഇപ്പോൾ 10 ദിവസമാണെങ്കിൽ സാറ് 13 ഹവേഴ്സ് 12 ഹവേഴ്സ് ക്ലാസ് എടുത്തിട്ട് ഫുൾ ഇപ്പോൾ കോൺഫിഡൻ്റ് ആയി. ഇനിയിപ്പോൾ എക്സാം ഒരു പ്രശ്നമില്ല. എന്താ പറയുക, ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഒരു ടീച്ചറിനെ കണ്ടിട്ടില്ല. അത്രയും എഫേർട്ട് ഇട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്. നമുക്ക് അതുപോലെ റിസൾട്ട് കിട്ടുന്നുണ്ട്. 10 ഡേയ്സ് ഇപ്പോൾ ഇനി മിസ് ചെയ്യും. ഇവിടുന്ന് ആദ്യം വന്നപ്പോൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് പോകാൻ നേരം ഒരു വിഷമമുണ്ട്. മിസ് ചെയ്യും എന്തായാലും. എക്സാം എഴുതാൻ പോകുന്ന ടെൻഷനൊന്നും ഇല്ല. ഫസ്റ്റ് ടൈം ഞാൻ കുറേ എക്സാമൊക്കെ എഴുതിയിട്ടുള്ളേ, പക്ഷേ ഫസ്റ്റ് ടൈം എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. നല്ല കോൺഫിഡൻറ്റോടെ ഞാൻ പോകുന്നത്, കിട്ടുമെന്ന് നല്ലോണം പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ സാറിൻ്റെ ഒരു 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അതിൽ നമ്മൾ നഴ്സിങ്ങിൽ പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ സത്യം പറഞ്ഞാൽ നഴ്സിങ്ങിൽ പഠിക്കണതൊന്നും തന്നെയല്ല. ഇവിടെ വന്നിട്ട് സാറ് പഠിപ്പിച്ചപ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് വിവരം വന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 18 ദിവസത്തെ ക്രാഷും കൂടി ഉണ്ട്. അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പോവാണ്. പാസ്സാവും തന്നെ വിചാരിക്കണത്. കോൺഫിഡൻ്റ് അല്ലേ? ഞാൻ കോൺഫിഡൻ്റാണ്. ഞങ്ങളുടെ ക്രാഷ് കോഴ്സ് കഴിഞ്ഞു 10 ദിവസത്തെ. ഇനി 12 ഡേയ്സ് സ്പെഷ്യൽ ക്ലാസ് ആണ്. പാസ്സാവുന്നുള്ള നല്ല ആത്മവിശ്വാസമുണ്ട്. സാറിനോടുള്ള വിശ്വാസം കൊണ്ടുമാണ്. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. സാറിന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാറിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സാറ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്ക് വേണ്ടി രാവിലെ തൊട്ട് നൈറ്റ് വരെ സാർ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ടീം ആൻ്റണീസ് അക്കാഡമി അടിപൊളിയാണ്. എല്ലാവരോടും ഇവിടെ താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. എക്സാം എഴുതാൻ കോൺഫിഡൻ്റ് ആണ്. പാസ്സാകുമല്ലോ? ഉറപ്പായിട്ടും പാസ്സാകും. I came to know that Anthony Sir Academy is very nice. Then my friends shared so many positive feedback regarding the institute. So I came here. I took 10 days crash course. I studied very well as per the Anthony Sir's guidance. And materials also very nice. Here the staffs were very friendly and they are helping very cooperative. ഭയങ്കര എഫക്റ്റീവായിരുന്നു. തിയറി ഫുൾ ഈ 10 ഡേയ്സ് കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. 4 ഇയർ BSc നഴ്സിംഗ് എന്താണോ പഠിച്ചിറക്കുന്നത് അത് 10 ഡേയ്സ് കൊണ്ട് നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആവും. ഭയങ്കര യൂസ്ഫുള്ളാണ് 10 ഡേയ്സ് ക്രാഷ്. രണ്ടുപേരും പാസ്സാവത്തില്ലേ? കൺഫേം പാസ്സാകും. കോൺഫിഡൻസ് ഉണ്ട് പാസ്സാകും. നമ്മളിപ്പം നഴ്സിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ കുറേ തിയറിയൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് സാർ എടുത്തു തരുമായിരുന്നു. അതുപോലെ കേട്ടിട്ടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ, പുതിയ കുറേ നോളജൊക്കെ നമുക്ക് കിട്ടി. അപ്പം നല്ല എഫക്റ്റീവായിരുന്നു. എക്സാമിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ നമുക്കെല്ലാം പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ. ഇപ്പോൾ ഇതുവരെ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാരണം 4 ഇയേഴ്സ് നഴ്സിംഗ് പഠിച്ച അത്രയും കാര്യങ്ങൾ സാറ് ഈ 10 ദിവസം കൊണ്ട് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്.
നമുക്ക് എന്താ പറയുക എക്സാം ബേസ്ഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വിശ്വാസമുണ്ട് എക്സാം പാസ്സാകും. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ മുമ്പ് ചെയ്തിട്ടുണ്ട്, ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വഴിയാണ് ഞാനിവിടെ എത്തിയത്. സാറിൻ്റെ ക്ലാസ് കണ്ടാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും, ജയിക്കണം, പഠിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ക്ലാസ്, അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. സാറിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, നമുക്ക് ഓട്ടോമാറ്റിക് പഠിക്കാൻ തോന്നും. പിന്നെ കംപ്ലീറ്റ് സിലബസ് സാറ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ഇൻക്ലൂഡിങ് തിയറി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ കൂടെ തന്നെ സാറ് തിയറിയും കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇൻഫർമേറ്റീവാണ്. നമുക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് കിട്ടും, എക്സാം എന്തായാലും പാസ്സാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ നഴ്സിംഗ് 4 years പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാത്ത കോൺസെപ്റ്റ്സ് ഒക്കെ സാറോട് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് നമ്മൾ ഭയങ്കര സാറ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആ കോൺസെപ്റ്റ് ഓർമ്മയില്ലേ പോലും എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ തോന്നുന്നു കിട്ടും, നമുക്ക് എക്സാമിന് നല്ല കോൺഫിഡൻസ് ആയിട്ട് എഴുതാൻ പറ്റും തോന്നുന്നു. എക്സാം DHA ആണ് ഞാൻ പഠിക്കുന്നത് ഇവിടെ. അപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. സാർ പറയുന്ന ഓരോ എക്സാമ്പിൾസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് ആ എക്സാമ്പിളൊക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് ഓർമ്മയിലിരിക്കുന്നത്. എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് തോന്നുന്നത്. എനിക്ക് സാറിൻ്റെ ക്ലാസ് നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട് എക്സാം എഴുതിയ പാസ്സാവും എന്നുള്ളതിന്. നമുക്കെല്ലാം ബേസിക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ബേസിക് തൊട്ട് നമുക്ക് പറയാം. നമുക്കൊന്നും അറിയത്തില്ലെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് അധികം ഒന്നും പഠിക്കാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാം തുടക്കം മുതൽ എല്ലാം കിട്ടി. ഭയങ്കര എഫക്റ്റീവ് ക്ലാസ് ആയിരുന്നു. പിന്നെന്താ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. സാറ് പറയുന്നത് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ബേസിക് തന്നെ എല്ലാം പറഞ്ഞു തരും. സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ എല്ലാം നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണ്. സാറിൻ്റെ ക്ലാസ് ഭയങ്കര എഫക്റ്റീവാണ്. ഞാനൊരു 10-15 വർഷമായി പാസ് ഔട്ടായിട്ട്. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ക്ലാസ് കേൾക്കുന്നത് എന്താ പറയുക, ഒന്നും പറയാനില്ല. സാറ് നമ്മുടെ നഴ്സിംഗ് സമൂഹത്തിനായിട്ട് ഒരു നാഴികക്കല്ലാണ്. എന്താണെങ്കിലും എല്ലാവരും ഒരു വട്ടമെങ്കിലും സാറിൻ്റെ ക്ലാസ്സിൽ വരണം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ മാനേജ്മെൻ്റ് ആണെങ്കിലും ബാക്കി സ്റ്റാഫ് ആണെങ്കിലും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടീവാണ്. 10 ദിവസത്തെ ക്രാഷ് കൊണ്ട് ഭയങ്കര എഫക്റ്റീവായിരുന്നു. കോളേജിൽ പോലും ഇത്ര ശ്രദ്ധിച്ചൊന്നും ഇരുന്നിട്ടൊന്നുമില്ല. ക്ലാസ്സിനാണേലും സാർ അതുപോലെ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം എക്സാം എഴുതാൻ നല്ലതായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ സീനിയേഴ്സ് എല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ അവരാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഞാൻ 4th year വരെ പഠിച്ച എല്ലാം മറന്നുമായിരുന്നു. ഇവിടെ വന്നിപ്പോൾ സാറിൻ്റെ ഇതിൽ ഞാൻ പിന്നെ അതിലേക്ക് റീകണക്റ്റ് ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. വന്നപ്പോൾ കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അപ്പോൾ അത്യാവശ്യം ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. നല്ല ഞാനിപ്പോൾ റീസെൻ്റായിട്ട് നേഴ്സിംഗ് പാസ്സായിട്ടേ ഉള്ളൂ. ഒരു 3 month മുന്നേ ഫ്രഷറാണ്. എൻ്റെ സീനിയേഴ്സ് ഇവിടെ പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു വരുന്നത്. ഇവിടെ ഡെയിലി ഓരോരുത്തർ പാസ് ഔട്ടായിട്ട് ഇവിടെ വന്ന് റിവ്യൂ പറയുന്നുണ്ട്. അത്രത്തോളം റിസൾട്ട് ഉള്ളൊരു സ്ഥലമാണ്. എന്താ പറയുക, അവിടെ നേഴ്സിംഗിൽ പഠിച്ച ആ മൊത്തം പോർഷൻ ഇവിടെ ഒരു 10 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് മൊത്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് സാറ് പറഞ്ഞു തന്നു.